ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മലയാളം ലെറ്റേഴ്സ് കാർവിംഗ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെ എഴുതാം, അതുപോലെ അത് എങ്ങനെ കാർവിംഗ് ചെയ്യാം, അതിനുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കാർവിംഗ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണ് തീർച്ചയായും കാണാം. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മലയാളം ലെറ്റേഴ്സ് എങ്ങനെ കാർവിംഗ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മലയാളം ലെറ്റേഴ്സിനുള്ള ആപ്പ് വേണം. അപ്പോൾ മലയാളം ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളൊരു ആപ്പാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്പാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കിട്ടുക. മലയാളം ഫോൺസും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ആപ്പിന് കിട്ടും. അപ്പോൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. മലയാളം എഡിറ്റർ എന്നുള്ളത് കാണിക്കുക. അപ്പോൾ അതിൽ ട്രോളിൻ്റെ അങ്ങനെയൊക്കെ മേക്കിങ്ങിൻ്റെ കുറച്ചുണ്ട്. അപ്പോൾ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സൈസ് ഏതാണ് എടുക്കുക. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിന് നോർമൽ എടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം മേലെ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ മലയാളം ലെറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോലും നമ്മൾ ഫസ്റ്റ് അമ്മ എന്നുള്ള ലെറ്റർ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്ത ശേഷം താഴെ ഫോണ്ട് ഫാമിലി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ജസ്റ്റ് ഇൻബിൽട്ടായിട്ട് കുറേ ഫോണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻബിൽട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് സ്റ്റൈലുകൾ മലയാളം എഴുതിയിട്ട് ജസ്റ്റ് സ്റ്റൈലുകൾ ഒരുപാട് സ്റ്റൈലുകൾ ഫോണ്ട് സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നോർമലായിട്ട് എടുക്കുന്നത് ഇങ്ങനത്തെ മോഡലാണ്. അപ്പോൾ നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്കത് കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേലെ റൈറ്റ് സൈഡിൽ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫോണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ ഫോണ്ട് ഏത് മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ഏത് ഫോണ്ട് സ്റ്റൈലാണ് സെലക്ട് ചെയ്തത്, അത് നമുക്ക് ഡിസ്പ്ലേ ആവുക. എന്നിട്ട് ജസ്റ്റ് താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ ഫോണ്ടിൻ്റെ വലിപ്പമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഏതൊരു വലിപ്പത്തിൽ വേണ്ടത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പത്തിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഫോണ്ട് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും മറ്റേ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോണ്ടാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഈ ഒരു മോഡൽ ഫോണ്ടാണ് ഇന്നിപ്പോൾ കാർവിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സേവ് എന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗാലറിയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളത് എനബിളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലെറ്ററാണ് നമ്മളിന്ന് പെൻസിൽ കാർവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 10B പെൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിന് അത്യാവശ്യം വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ മലയാളം ലെറ്റേഴ്സ് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വിഡ്ത്തുള്ള പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൈനിങ് ഒക്കെ കളഞ്ഞ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ലെറ്റേഴ്സ് എഴുതാം. അമ്മ എന്നുള്ള ആ ലെറ്റർ തന്നെ എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് 2 ലൈൻസ് കൊടുക്കാം, ആയിക്കും അതുപോലെ തന്നെ മായ്ക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആ ലെറ്റേഴ്സ് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് മേലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ ജസ്റ്റ് മെല്ലെ നമ്മൾ നോക്കി അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ എന്നൊക്കെ എഴുതുന്ന സമയത്ത് അതിന് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് തന്നെ എഴുതാം. നമുക്ക് മലയാളം ലെറ്റേഴ്സ് എഴുതാൻ തന്നെ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അത് ചെയ്യാനും അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ പോർഷൻസും കാർവിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ എന്ന് എഴുതുന്ന സമയത്ത് തന്നെ അതിൽ ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ആ ഇടയിൽ വരുന്ന ഓരോരോ ആ ഒരു ഡോട്ടുകൾ പോലെ അങ്ങനത്തെ മോഡലൊന്നും അതിൽ എഴുതണില്ല. പക്ഷേ മായിൽ നമ്മൾ കറക്റ്റായി ചെയ്യുന്നുണ്ട്. അപ്പോൾ മായ എഴുതുന്ന സമയത്ത് നമ്മുടെ വെർട്ടിക്കലായിട്ട് ബി എന്നുള്ളത് വെർട്ടിക്കലായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ കറക്റ്റായി എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബി പോലെ കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ലവ് പോലെയോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കാരണം ആയിക്ക് പറയുമ്പോൾ ഒരുപാട് സ്പേസ് വരുന്നുണ്ട്. കാരണം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ ബി പോലെ ഒരു ഷേപ്പ് വരുന്നതും പിന്നെ താഴേക്ക് ഇങ്ങനെയും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് സ്പേസ് കുറവാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആകുമ്പോൾ സെറ്റായി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ മായിൻ്റെ പോർഷൻ ചെയ്യുക. അപ്പോൾ മായിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊന്ന് കട്ട് ചെയ്ത് വിടുക. പിന്നെ അത് മായിൻ്റെ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന മാ എന്നുള്ളൊരു മോഡൽ ലെറ്ററാണ്. കാരണം എന്താ വെച്ചാൽ മാ എന്നുള്ള ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ഉള്ളിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക, കാർവിങ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് കറക്റ്റ് ടൈം എടുത്ത് മെല്ലെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം സൂം ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഔട്ട്ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ലവിൻ്റെ പോർഷൻ കൂടി ജസ്റ്റ് കൊടുത്ത ശേഷം കാർവിങ് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ അത് മെല്ലെ കാർവിങ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ലവിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് തന്നെ ഡീപ്പായിട്ട് തന്നെ കാർവിങ് ചെയ്യുക. മലയാളം ലെറ്റേഴ്സ് ആവുന്ന സമയത്ത് എത്രയാണ് നമുക്ക് ഉള്ള ആ വർക്ക് ചെയ്യാനുള്ള സ്പേസ് അല്ലെങ്കിൽ എത്രയാണ് ചെറിയ ചെറിയ പോർഷൻസ് ആയിരിക്കും കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ആ കട്ട് ചെയ്തെടുക്കുന്ന പോർഷൻസ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മായിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ മാർക്കിന് വേണ്ടിയിട്ട് സെൻട്രലായിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, കുറച്ച് ചെറുതായിട്ട് മതി. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ആ മേലെയുള്ള ആ പോർഷൻസൊക്കെ മെല്ലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഓരോ ലെറ്റേഴ്സിൻ്റെയും കട്ട് ചെയ്തെടുക്കുക. നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു മലയാളം ലെറ്റർ എന്ന് പറയുന്ന സമയത്ത് വലിയ വലിയ മലയാളം ലെറ്റേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളാവും. ഏതെങ്കിലും ഒരു മലയാളം ലെറ്റർ ചെയ്യുന്നവർക്ക് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ അവർക്ക് ഹെൽപ്പ്ഫുള്ളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ലെറ്റർ ഇങ്ങനെ മാന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ മലയാളം ലെറ്റർ ആണ് അവിടെ ഇവിടെയൊക്കെ ടച്ച് ആയി എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ചൊന്നും ചെയ്യേണ്ട. അപ്പോൾ എന്നുള്ള ആ ഫോണ്ടിൻ്റെയൊക്കെ ആ ഒരു പോർഷൻ, ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന പോർഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ഓരോ ലെറ്റേഴ്സ് ചെയ്യുന്ന സമയത്തും. അപ്പോൾ ഈ ഒരു പോർഷൻ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. കാരണം അവിടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബി പോലുള്ള മോഡലാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഈ അതിൻ്റെ ആ ഗ്യാപ്പ് ഒന്ന് കറക്റ്റായിട്ട് തന്നെ അടിഭാഗം താഴത്തെ ആ ഭാഗം കർവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ വന്നിട്ട് കറക്റ്റായി ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് അതിൽ വെച്ച ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വിടുക. അപ്പോൾ ആ കറക്റ്റ് ആ ഹോള് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഫുള്ളായിട്ട് ഹോൾ പോലെ ആയി. പക്ഷേ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട് വെച്ചാൽ അത് കറക്റ്റായിട്ട് എന്നുള്ള മോഡലിൽ വരും. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് വിടുക. നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർവിങ് ചെയ്യുന്ന സമയത്ത് ഡീപ്പായിട്ട് തന്നെ കാർവിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്, മാക്സിമം നമുക്ക് പുതിയ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യുക. ഈ ഒരു പെൻസിൽ കർവിന് അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ ലെറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പെർഫെക്ഷനായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ബ്ലേഡ് തന്നെ യൂസ് ചെയ്യുക. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മേലേക്കുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് വിടുക. അപ്പോഴാണ് നമുക്ക് ഓരോ ലെറ്റേഴ്സ് എടുത്തറിയാൻ പറ്റുള്ളൂ. കാരണം അതിനനുസരിച്ചാണ് ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയുക. അപ്പോൾ ഈ മായിൻ്റെയും ഒക്കെ ഓരോ ഗ്യാപ്പിലും അങ്ങനത്തെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആരം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിടുക. അപ്പോൾ നമ്മുടെ മേലെ എന്തെങ്കിലും കട്ട് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലേഡ് തട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ കൊടുത്ത ശേഷം ജസ്റ്റ് നമ്മുടെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പൗഡേഴ്സൊക്കെ തട്ടി കളയുക. പിന്നെ നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് ആ ഒരു നമ്മളിപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അരം വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ ഭാഗങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്ലേഡ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു തെളിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു പോർഷനൊക്കെ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ആരംഭിച്ച് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഫോണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് അത്യാവശ്യം എടുത്തറിയും. അപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ആ ഫ്രണ്ട് പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫിനിഷിംഗ് പോർഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോർഷൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ് ചെയ്ത് വിടുക. അപ്പോൾ അതിങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ആ ഒരു ഫോണ്ടിൻ്റെ ഭംഗി. അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയ ശേഷം ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് വിടുക. അപ്പോൾ തന്നെ നമ്മുടെ ഫോണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഷൈനിങ് ആയി വരും. അപ്പോൾ നമ്മുടെ രണ്ട് ഫോണ്ട് ഇതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അമ്മ എന്നുള്ള വർക്ക് മലയാളം ലെറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.